ഹലോ ആൻഡ് വെൽക്കം ടു ഷാഹീൻസ് കിച്ചൻ. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 350 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മോരിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതൊരു 1.5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിത് വെക്കാം. ഒരു ഓവർനൈറ്റ് വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. ചിക്കൻ നല്ല ജ്യൂസിയായി ടെൻഡറായിട്ട് കിട്ടും. പിന്നെ കുറച്ച് സവാള, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകൾ വേണ്ടത്, ഇതൊരു 2.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. ഇതിന് എരിവ് വളരെ കുറവാണ്. ഒരു ചിക്കൻ ടിക്കയ്ക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടി 2-2.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിനൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മെത്തി നിർബന്ധമാണ്. കസൂരി മെത്തി ചേർത്താൽ തന്നെ ആ ഒരു ഫ്ലേവർ ഇതിന് വരുള്ളൂ. ഇതൊരു 1/2 ടീസ്പൂണോളം കസൂരി മെത്തി ഉണ്ട്. പിന്നെ ഞാൻ ഒരു മിക്സർ ഗ്രൈൻഡറിൽ ഇതേപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാലകൾ കൂടി ഇതിലിട്ട് നമുക്ക് തൈരും ചേർത്ത് ഇതിനെ നല്ല ഒരു മാരിനേഡായിട്ട് മാറ്റണം. ഞാൻ ആ വെളുത്തുള്ളി ഇഞ്ചിയും എടുത്തതിൻ്റെ കൂടെ എല്ലാ മസാലകളും അതിലേക്ക് തന്നെ ചേർത്തു, ഈ മിക്സിയിലേക്ക് തന്നെ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും ഇത്രയും ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കണം. തൈര് ചേർത്തു, ഇപ്പോൾ ചെറുനാരങ്ങ നീരും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ മാരിനേഡ് ഇവിടെ റെഡിയായി. ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ തൈരും ചെറുനാരങ്ങ നീരും ഉള്ളതുകൊണ്ട് അരിഞ്ഞ് കിട്ടിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുറച്ച് തിക്കായിട്ട് തന്നെ വെക്കണം. പിന്നെ ചിക്കൻ ഞാൻ ആ സമയം കൊണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മോരെല്ലാം ഞാൻ കളഞ്ഞു. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ചിക്കനും അതുപോലെ സവാള, ക്യാപ്സിക്കം, തക്കാളി, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുരുങ്ങിയത് നമ്മൾ 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഓരോ ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഞാനത് സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ തന്നെ ഞാൻ സ്ക്യൂവറിൽ വെച്ചതിന് ശേഷം ഈ പാനിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി വരില്ല. കാരണം ഈ പാത്രത്തിൻ്റെ വലിപ്പവും ഒക്കെ വെച്ചിട്ട് എനിക്ക് എപ്പോഴും അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആദ്യം ചിക്കൻ വേവിച്ചതിന് ശേഷം പിന്നെ സ്ക്യൂവറിൽ അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊരു പാത്രം കൊണ്ട് കവർ ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ചിക്കൻ്റെ ഉൾഭാഗം നന്നായിട്ട് സോഫ്റ്റായി നല്ലോണം കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് വേവിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ റിലീസായി നിൽക്കുന്ന പോലെ തോന്നും. എന്നാലും പ്രശ്നമില്ല, നമ്മളത് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം വറ്റി നല്ല ഒരു പാകത്തിനായി കിട്ടും. 3 മിനിറ്റിന് ശേഷം തുറന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് കുറേശ്ശെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം. ഒരു 4-5 മിനിറ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കണം. അപ്പോൾ മാത്രമേ നല്ല ഒരു ബ്രൗൺ ഷെയ്ഡായി നല്ല ചിക്കൻ ടിക്ക റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് ആയി കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കസൂരി മേത്തിൻ്റെയും ഗരം മസാലേൻ്റെയൊക്കെ ഒരു മണം, നല്ല ഒരു ഫ്ലേവറും നമുക്കിതൊന്ന് മനസ്സിലാവും. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇതാണ് ഇങ്ങനെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. ആദ്യം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുക, അത്രേ വേണ്ടൂ. ഇനി അടുത്ത ബാച്ചും കൂടി നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം വെജിറ്റബിൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുത്ത ബാച്ച് ചിക്കൻ ഇട്ട കൂട്ടത്തിൽ തന്നെ സവാളയും കൂടി ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ സവാള റെഡിയാവും. മീഡിയം ടു ഹൈ ഫ്ലെയിം ആണെങ്കിൽ
അപ്പോൾ അത് വേഗം എടുത്ത് മാറ്റാം. എന്നിട്ട് സൈഡ് ബൈ സൈഡ് ഇങ്ങനെ തക്കാളിയും ക്യാപ്സിക്കവും അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ്റെ കൂടെ തന്നെ. സവാള എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ തക്കാളിയും ക്യാപ്സിക്കം കൂടി അതിലേക്ക് ചേർത്തു. തക്കാളി പെട്ടെന്ന് തന്നെ മാറ്റണം, അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോകും. എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് ഇതുപോലത്തെ ബാംബൂ സ്ക്യൂവറിലാണ് ഇത് അറേഞ്ച് ചെയ്യാൻ പോണത്. അപ്പം ഇത് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാനത് ഒരു സവാള ആദ്യം ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ടൊരു തക്കാളി, പിന്നെ ഒരു കഷ്ണം ചിക്കൻ, ആ രീതിയിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഇതുപോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്കിത് അറേഞ്ച് ചെയ്യാം. ഇത് ഓവനിൽ ചെയ്യുന്നതിനേക്കാളും നമ്മളിങ്ങനെ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഫ്ലേവർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാ ഭാഗത്തും നല്ലോണം മസാല പിടിച്ച് നല്ല യമ്മി ആയിട്ടുള്ള ചിക്കൻ ടിക്ക നമുക്ക് കിട്ടും. ഇത് നമുക്ക് കൊറിയാണ്ടർ ചട്നി, ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ഫ്ലേവറുള്ള ചിക്കൻ ടിക്കയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time.